ഹലോ, നമുക്കിന്നിവിടെ ഒരു നല്ല ഇരുമ്പൻപുളി അച്ചാറിട്ടാലോ. അപ്പോൾ അതിനായിട്ട് ഇരുമ്പൻപുളി എടുത്ത് നല്ലപോലെ വട്ടത്തിൽ അരിഞ്ഞ് ഉപ്പുപൊടി എല്ലാം ചേർത്ത് ഒരു കുറച്ച് നേരം മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയല്ല, നല്ലെണ്ണ ഒഴിക്കുക. കടുകിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി നല്ലപോലെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് 3-4 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. മൂത്ത് വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇരുമ്പൻപുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പുപൊടിയൊക്കെ ചേർത്ത് വെച്ച് ഇരുമ്പൻപുളിയാണ് കേട്ടോ. അതിട്ട് കൊടുത്തു. ഇത് നല്ലപോലെ ഒന്ന് ഇരുമ്പൻപുളി ഒന്ന് വാടി വരണ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അത് അവിടെ നിന്നൊന്ന് വാടട്ടെ. അപ്പോൾ നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അല്പം മഞ്ഞൾപ്പൊടി, ഇനി നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അവരവരുടെ എരിവിനുള്ള മുളക് പൊടി എടുക്കാം കേട്ടോ. അപ്പോൾ മുളക് പൊടി ഇട്ടു. ഇത് നല്ല പോലെ ഒന്ന് അതിൻ്റെ പച്ചമണം മാറി വരണം. അത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് പൊടിച്ച് വെച്ചിരുന്ന ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കായപ്പൊടി, LGയുടെ കായപ്പൊടിയാണ് കേട്ടോ, അത് കുറച്ചിട്ട് കൊടുത്തു. അതും നല്ല പോലെ അതിൻ്റെ പച്ചമണമൊക്കെ മാറണ വരെ നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. കരിഞ്ഞ് പോകാൻ പാടില്ല കേട്ടോ. നല്ല പോലെ ഒന്ന് പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്ക് ഈ ഇരുമ്പൻപുളി വാടാൻ വെച്ചിരിക്കുന്നതിൽ അത് നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ പിടിച്ച് അപ്പോൾ അതിലേക്ക് ഈ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ചാറ് അല്പം കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം നല്ലപോലെ തിളപ്പിച്ചിട്ട് അത് ഇതിലേക്ക് ചൂടാറുമ്പോൾ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇരുമ്പൻപുളി നല്ലപോലെ അങ്ങനെ വെന്ത് പോവും. അപ്പോൾ നമുക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുത്തു. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരല്പം കായപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു കേട്ടോ. കായം പോരാൻ തോന്നി കായപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്കൊരു 2 ടീസ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കൊരു നുള്ള് പഞ്ചസാര, അതിൻ്റെ എരിവൊന്ന് ബാലൻസ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ഇരുമ്പൻപുളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടാണ്. അപ്പോൾ ഓക്കേ.